വെൽക്കം ബാക്ക് ടു ടെക്സ്റ്റ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് വർഗം. പല എക്സാമിനും നമ്മൾ ഉത്തരം കുഴപ്പിക്കുന്ന സംഭവങ്ങളാണ് വർഗം, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് നമുക്ക് എളുപ്പം എങ്ങനെ വർഗം കാണാമെന്നാണ് നമ്മൾ ഇന്നത്തെ പോർഷനിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വർഗം അഥവാ സ്ക്വയർ. വർഗം എങ്ങനെ എളുപ്പത്തിൽ കാണാമെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്കൊരു സംഖ്യ 12ന്റെ വർഗം കാണാം. ഇവിടെ നോക്കാമല്ലോ. 12 ഒറ്റയുടെ സ്ഥാനത്ത് 2, 10ന്റെ സ്ഥാനത്ത് 1. കാണേണ്ടത് വർഗം, അതായത് സ്ക്വയർ ആണ് കാണേണ്ടത്. ഒറ്റയുടെ സ്ഥാനത്ത് ആക്കാം. ആദ്യം നമുക്കൊരു 2-3 സ്റ്റെപ്പ് വഴി ചെയ്യാം, എന്നിട്ട് എളുപ്പത്തിലോട്ട് പോവാം. 2ന്റെ വർഗം എന്ന് പറയുന്നത് നമുക്കറിയാം. 2ന്റെ വർഗം എത്രയാണ്? 4. അത് നമുക്ക് ഇങ്ങോട്ട് തന്നെ എഴുതാം. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 2, 10ന്റെ സ്ഥാനത്ത് 1. അത് തമ്മിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1. ഇതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് ഇത് എളുപ്പം കാണാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത്. 2 × 1 × 2. 2 2 4 കിട്ടി. ആ 4 നമുക്ക് എഴുതാം. ഇനി 10ന്റെ സ്ഥാനത്ത് എത്രയാണ്? 1. 1ന്റെ വർഗം എന്ന് പറഞ്ഞാൽ 1 × 1 1 തന്നെ ആയിരിക്കും. അതായത് 12ന്റെ വർഗം എത്രയാണ്? 144. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. ഒരു എക്സാമ്പിളോടെ 15ന്റെ വർഗം അങ്ങനെ കാണാം. ഈ സെയിം മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. 5ന്റെ വർഗം ആദ്യം കാണാം. 5ന്റെ വർഗം എത്രയാണ്? 5 × 5 25. 25ൽ നിന്ന് നമുക്ക് എത്ര? 5 നമുക്ക് എടുക്കാം. 2 എന്തായിരിക്കും? ശിഷ്ടമായിരിക്കും. ഇനി ഒറ്റയടക്കം 5, 10ന്റെ സ്ഥാനത്ത് 1. 5 × 1 5 തന്നെ ആയിരിക്കും. അതിനെ എത്ര കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2 കൊണ്ടായിരിക്കും എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 5 10. 10 അധികം ഇവിടെ ശിഷ്ടം എത്ര? 2. 10 2 12ന് 2 ശിഷ്ടം 1. നമുക്കിവിടെ അടുത്തതാണ് 10ന്റെ സ്ഥാനത്ത് എത്രയാണ്? 1. 1ന്റെ വർഗം എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. 1 ശിഷ്ടം 1 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 2. നമുക്ക് എത്ര കിട്ടി? 15ന്റെ വർഗം 225. 23ന്റെ വർഗം നമുക്ക് എങ്ങനെ കാണാം? ഇതുപോലെ ഒറ്റയുടെ സ്ഥാനത്ത് 3, 10ന്റെ സ്ഥാനത്ത് 2. ഒറ്റയുടെ സ്ഥാനത്ത് 3ന്റെ വർഗം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 9. അത് നമുക്ക് എൻ്റെ നേരെ എഴുതാം. ഇനി ഒറ്റയുടെ സ്ഥാനത്തൊക്കെ ഇൻറ്റു 10ന്റെ സ്ഥാനത്ത് 3 × 2 6 ഇൻറ്റു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 2 12. 12ന് 2 ശിഷ്ടം 1. ഇനി നോക്കാം. 10ന്റെ സ്ഥാനത്ത് എത്രയാണ്? 2. 2ന്റെ വർഗം എന്ന് പറയുന്നത് 4 ആയിരിക്കും. 4 അധികം ശിഷ്ടം 1 കൂടെ കൂട്ടുമ്പോൾ 5 529. അടുത്തത് ഇനി 36ന്റെ വർഗം കാണാമല്ലോ. 6ന്റെ വർഗം 36ന് 6 ശിഷ്ടം 3. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് 6, 10ന്റെ സ്ഥാനത്ത് 3. 6 × 3 18. 18നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 36 ഇവിടെ ശിഷ്ടം 3. 36 3 39. 9 ശിഷ്ടം 3. ഇവിടെ നോക്കാം. 10ന്റെ സ്ഥാനത്ത് 3 ആണ്. 3ന്റെ വർഗം 3 9. 9 അധികം 3 12. ഇപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ കാണാം. 44ന്റെ വർഗം 4 4 16ന് 6 ശിഷ്ടം 1. 4 ഒറ്റയുടെ സ്ഥാനത്ത് 4, 10ന്റെ സ്ഥാനത്ത് 4. 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 4 16. 16നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 16 2 32. 32 1 ശിഷ്ടം കൂട്ടുന്നു. 32 1 33. 3 ശിഷ്ടം 3. ഇനി 10ന്റെ സ്ഥാനത്ത് 4 ആണ്. 4ന്റെ വർഗം 4 4 16. 16 3 19. 52ന്റെ വർഗം കാണാം. 52ന്റെ വർഗം കാണാൻ എത്ര നേരം? ഒറ്റയുടെ സ്ഥാനത്ത് 2, 2 2 4. ഒറ്റയുടെ സ്ഥാനത്ത് 2, 10ന്റെ സ്ഥാനത്ത് 5. 2 5 10. 10 × 2 20. 20ന് 0 ശിഷ്ടം 2. ഇനി 5ന്റെ വർഗം 5 5 25. 25 അധികം 2 27. 2704. ഇതുപോലെ തന്നെ 63ന്റെ വർഗം കാണാം. ഒറ്റയുടെ സ്ഥാനത്ത് 3, 3
9. 10ന്റെ സ്ഥാനത്ത് 6, 6 18, 18 2 36, 18 2 36, 6 ശിഷ്ടം 3, 6ന്റെ വർഗം 6 36, 36 3 39. അതുപോലെ തന്നെ 76ന്റെ വർഗം ഒറ്റയുടെ സ്ഥാനത്ത് 6 6ന്റെ വർഗം 6 36, 6 ശിഷ്ടം 3, 6 7. ഒറ്റയുടെ സ്ഥാനത്ത് 6 10ന്റെ സ്ഥാനത്ത് 7, 6 × 7 42, 42 × 2 84, 84 ശിഷ്ടം 3 കൂട്ടണം, 87 7 ശിഷ്ടം 8. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് 7ന്റെ വർഗം 7 49, 49 അധികം 8 57, 5776. 84ന്റെ വർഗം 4ന്റെ വർഗം 4 16, 6 ശിഷ്ടം 1, 4 8 32, 32 × 2 64, 64 അധികം 1 65, 5 ശിഷ്ടം 6. 8ന്റെ വർഗം 8 8 64, 64 അധികം 6 70, 7056. ഇതോടെ നമ്മൾ വർഗം കാണാനുള്ള എളുപ്പവഴി നമ്മൾ പഠിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ബൈ.